Hi, today we focused on the topic classification of consonants on the basis of manner of articulation or stricture. We already discussed two types, plosives and affricates. Today we focused on another one, fricatives, semivowels, nasals, trilorol, lateral, frictionless consonants. Okay, what is fricatives? ഓക്കെ, ഫ്രിക്കേറ്റീവിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ക്ലോസ് അപ്രോക്സിമേഷൻ ആണ് അതിനുപയോഗിക്കുന്ന സ്ട്രക്ചർ. ക്ലോസ് അപ്രോക്സിമേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. നിങ്ങളെ ബുക്കിൽ കൊടുത്തത് ഒന്ന് നോക്കാം. It is in the production of fricatives, the articulators brought to so close together and air escape through the narrow passage between them, producing an audible friction or hissing sound. അപ്പോൾ എന്താണ്, അതുകൊണ്ടാണ് ക്ലോസ് അപ്രോക്സിമേഷൻ എന്ന സ്ട്രക്ചർ പറയുന്നത്. അപ്പം ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സും പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സും എന്ത് ചെയ്യും, കം ഇൻ ടു ബ്രോഡ് സോ ക്ലോസ് ആയിട്ട് വരും. ഒരു ക്ലോസ് അപ്രോക്സിമേഷൻ, അത് രണ്ടും അടുത്ത് വരും. ആ സമയത്ത് നമ്മൾ ലങ്സിൽ നിന്ന് വരുന്ന എയർ എസ്കേപ്പ് ചെയ്യാൻ നാരോ ഗ്യാപ്പ് ബിറ്റ്വീൻ ദം, ആ രണ്ട് ആക്റ്റീവ് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സിൻ്റെ ഇടയിലുള്ള ചെറിയ സ്ഥലത്തിലൂടെയാണ് എയർ എസ്കേപ്പ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഓഡിബിൾ ഫ്രിക്ഷൻ കേൾക്കും, ഒരു ഫ്രിക്ഷൻ കേൾക്കും, അല്ലെങ്കിൽ ഹിസ്സിങ് സൗണ്ട്. അതിനെയാണ് നമ്മളെന്ത് വിളിക്കുക, ഫ്രിക്കേറ്റീവ്സ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, അതിൻ്റെ സ്ട്രക്ചർ ക്ലോസ് അപ്രോക്സിമേഷൻ ആണ്. ക്ലോസ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ ദ ആർട്ടിക്കുലേറ്റേഴ്സ് ആർ ബ്രോട്ട് സോ ക്ലോസ് ടുഗെദർ ആൻഡ് ദ എയർ എസ്കേപ്പ് ത്രൂ ദ നാരോ പാസേജ് ബിറ്റ്വീൻ ദം, പ്രൊഡ്യൂസിങ് ആൻ ഓഡിയബിൾ ഫ്രിക്ഷൻ ഓർ ഹിസ്സിങ് സൗണ്ട്. ഇനി ഏതൊക്കെയാണ് സൗണ്ട് എന്ന് നോക്കാം. സ് അല്ല സ് 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 ത് ത് ഫ് വ് ഹ് ഷ് സ് സ് ത് ത് ഫ് വ് ഹ് ഷ്. ഇനി ഫ്രിക്കേറ്റീവ് മേ ബി ക്ലാസിഫൈഡ് ആസ് എന്തൊക്കെയാണ്, ലേബിയോ ഡെൻ്റൽ ഫ്രിക്കേറ്റീവ്. ഏതൊക്കെയാണ്, ഫ് വ്. ഡെൻ്റൽ ഫ്രിക്കേറ്റീവ് ത് ത്. നെക്സ്റ്റ് എൽവിയോലർ ഫ്രിക്കേറ്റീവ് ഷ് സ് സ്. പാലറ്റോ അൽവർ ഫ്രിക്കേറ്റീവ് ഷ് ഴ്. പിന്നുള്ളത് ഗ്ലോട്ടൽ ഫ്രിക്കേറ്റീവ് ഹ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ നിങ്ങൾ വൃത്തി പഠിച്ചതൊക്കെ എളുപ്പമാണ്. കാരണം ലാബിയോ ഡെൻ്റലാണ് ഫ് നമുക്കറിയാം, ഡെൻ്റലാണ് ത് നമുക്കറിയാം, അൽവിയോല ഫ്രിക്കേറ്റീവ് സ് സ്, പാലറ്റൽ വരെ ഷ് പിന്നെ ഗ്ലോട്ടൽ ഫ്രിക്കേറ്റീവ് ആണ് ഹ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് സെമി വവൽസ്. നമ്മളത് സൗകര്യത്തിനാണ് അത് അടുത്തതായിട്ട് പഠിക്കുന്നത്. സെമി വവൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഓപ്പൺ അപ്രോക്സിമേഷൻ ആണ്. എല്ലാ വവൽ സൗണ്ടും ഓപ്പൺ അപ്രോക്സിമേഷൻ ആണ്. അപ്പം എന്താണ് സെമി വവൽസ് നമുക്ക് നോക്കാം. സെമി വവൽസ് ആർ ഗ്ലൈഡിംഗ് സൗണ്ട് ഡ്യൂറിങ് ദ ആർട്ടിക്കുലേഷൻ ഓഫ് വിച്ച് ദ സ്പീച്ച് ഓർഗൻസ് ഗ്ലൈഡ് ഫ്രം വൺ വവൽ പൊസിഷൻ ടു അനദർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, വവൽ ഗ്ലൈഡ്. ഒന്നിന് തെന്നി മാറുക, ഒരു സൗണ്ടിൽ നിന്ന് ഇപ്പം ഏയ് ഓയ് എന്നൊക്കെ പറയുമ്പോൾ അതാണ് നല്ല ഡിഫ്തോങ് നമ്മൾ പഠിച്ചല്ലേ വവൽസിൽ. അതുപോലുള്ള സംഭവമാണ് സെമി വവൽസ്. എന്താണ്, ഡ്യൂറിങ് ദ ആർട്ടിക്കുലേഷൻ ഓഫ് വിച്ച് ദ സ്പീച്ച് ഓർഗൻസ് ഗ്ലൈഡ് ഫ്രം വൺ വവൽ പൊസിഷൻ ടു അനദർ. വ് ആസ് ഇൻ വെറ്റ്, യു ആസ് ഇൻ യാർഡ് ആർ സെമി വവൽസ്. അപ്പോൾ ഡബ്ല്യു ജെ എന്നുള്ള, അപ്പോൾ യു എന്നുള്ള സൗണ്ട്, വ് യു എന്നുള്ളതാണ് ഇതിന് സെമി വവൽസിന് എക്സാമ്പിൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വ് യു ആണ് എക്സാമ്പിൾ. The production of v, the glide is from the tongue position of approximately u, and for e, the glide from the position of e to some other position. Okay. The frictionless consonant and vowel together may be called as approximates. പക്ഷേ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാണ് സെമി വവൽസിനെയും ദ ഫ്രിക്ഷൻലെസ് കോണ്ടിനൻസിനെയും പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് അപ്രോക്സിമേറ്റ്സ്. മറക്കരുത് കേട്ടോ. സെമി വവൽസിനെയും ദ ഫ്രിക്ഷൻലെസ് കോൺസ്റ്റുവൻസിനെയും വിളിക്കുന്ന പേരാണ് അപ്രോക്സിമേറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മറക്കരുത്. ഓപ്പൺ
അപ്രോക്സിമേഷൻ ആണ് സെമിയോൾസിൻ്റെ സ്ട്രക്ചർ. അതിൻ്റെ സൗണ്ട് വും യു ആണ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് നെയ്സൽ സൗണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് സൗണ്ടാണ് നെയ്സൽ സൗണ്ട്. അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? കംപ്ലീറ്റ് ഓറൽ ക്ലോഷർ. അത് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രണ്ട് ചുണ്ടും അങ്ങനെ വന്നിട്ട് അല്ലെങ്കിൽ ആക്റ്റീവും പാസീവ് ആർട്ടിക്കുലേറ്ററും ഭയങ്കരമായിട്ട് അടഞ്ഞു കിടക്കും. അതിലൂടെ ഒരു നിലക്കും നമ്മളെ വായിലൂടെ എയർ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് കംപ്ലീറ്റ് ഓറൽ ക്ലോഷർ. പിന്നെ എയർ എങ്ങനെ എസ്കേപ്പ് ചെയ്യും? സോഫ്റ്റ് പാലറ്റ് ഈസ് ലോവേർഡ് ഇൻ ഓർഡർ ടു എസ്കേപ്പ് ദ ലങ് എയർ ത്രൂ ദ നോസ്. അതാണ് എന്ത്? കംപ്ലീറ്റ് ഓറൽ ക്ലോഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നെയ്സൽ സൗണ്ട് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെയ്സൽ സൗണ്ട്. In the production of nasal sound, the soft palate is kept lowered so that the nasal passage of air open while the oral passage is completely blocked at some point. The lung air escape through the nose. The nasals are articulated with a complete oral closure. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇംഗ്ലീഷ് ആ 3 nasals ആണ്, മറന്നു പോവരുത്. മ്, ന്, ങ്. Nasal may be classified as 3 സൗണ്ടാണ്. മ്, ന്, ങ്. ഇതാണ് നേസൽ സൗണ്ട്. അതിൽ ബൈലേബിയൽ നൈസൽ ഏതാണ്? മ് നമുക്കറിയാം. എൽവിയോലാർ നൈസലാണ് ന്, വീലാർ നൈസലാണ് ങ്. മറക്കരുത്. ബൈലേബിയൽ നൈസൽ മ്, എൽവിയോലാർ നൈസൽ ന്, വീലാർ നൈസൽ ങ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ട്രിൽ ഓർ റോൾ. ട്രിൽ ആൻഡ് റോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, during the production of trill or roll, the articulators come into contact with each other a number of times, producing a series of intermittent taps. നമ്മളിങ്ങനെ അടിക്കുക എന്ന് പറയാം. ആക്റ്റീവും പാസീവും ആർട്ടിക്കുലേറ്റർ ഇങ്ങനെ തമ്മിൽ അടിക്കുന്നതിനെയാണ് പറയുക. അത് ട്രിൽ ആർട്ടിക്കുലേറ്റർ കം ഇൻ ടു കോൺടാക്ട് വിത്ത് ഈച്ച് അതർ നമ്പർ ഓഫ് ടൈം. ഒരുപാട് സമയം ഇങ്ങനെ അതിങ്ങനെ രണ്ടും വന്നിട്ട് അടിക്കുക, തമ്മിൽ അടിക്കുന്നതിനാണ് ഇൻ്റർമീഡിയറ്റ് ടാപ്സ്. ഈച്ച് റ് ഡ്യൂറിങ് ദ അട്ടറൻസ് ഓഫ് റ് ആസ് ഇൻ റിംഗ്, ടിപ്പ് ഓഫ് ദ ടങ് ഈസ് ടാപ്പിംഗ് എഗെയിൻസ്റ്റ് ദ ടീത്ത് റിഡ്ജ്. റ് എന്ന് പറയുമ്പം ടിപ്പ് ഓഫ് ദ ടങ് ടീത്ത് റിഡ്ജിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന അടിക്കുന്നുണ്ട്. ദ സൗണ്ട് ദസ് പ്രൊഡ്യൂസ്ഡ് ഈസ് കോൾഡ് ട്രിൽ. ഇൻസ്റ്റെഡ് ഓഫ് സീരീസ് ഓഫ് ടാപ്സ്, ഇഫ് ദ സിംഗിൾ ടാപ്പ് ഈസ് മെയ്ഡ്, ദ ആർട്ടിക്കുലേറ്റേഴ്സ് ക്വിക്ക്ലി കമ്മിങ് ഇൻ ടു കോൺടാക്ട് ആൻഡ് ഗെറ്റിംഗ് സെപ്പറേറ്റ്ലി ഇൻസ്റ്റൻ്റ്ലി. വി ഹാവ് എ ടാപ്പ് ഓർ എ ഫ്ലോപ്പ്. നല്ലോണം ശ്രദ്ധിക്കണം. ഫ്ലാപ്പ്. ട്രില്ലും റോളും എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആർട്ടിക്കുലേറ്ററും പാസീവ് ആർട്ടിക്കുലേറ്ററും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻ്റർമീഡിയൻ്റ് ആയി ടാപ്പ് അടിക്കുന്നതിനെയാണ് പറയുക. അതിൻ്റെ എക്സാമ്പിൾ റ് ആണ്. മനസ്സിലായോ? ആക്റ്റീവും പാസീവ് ആർട്ടിക്കുലേറ്റർ ഇടയ്ക്കിടയ്ക്ക് വന്ന് അടിക്കുന്നതിനെ ആണ് നമ്മൾ എന്ത് പറയുക? ട്രില്ലോ റോൾ എന്ന് പറയാം. അത് ഒരു പ്രാവശ്യം മാത്രം അടിക്കുകയാണെങ്കിൽ കം ഇൻ ടു കോൺടാക്ട് ആൻഡ് ഗെറ്റിംഗ് സെപ്പറേറ്റ്ലി ഇൻസ്റ്റൻറ്റ്. മനസ്സിലായില്ലേ? ഇൻസ്റ്റെഡ് ഓഫ് സീരീസ് ഓഫ് ടാപ്സ്, ഇഫ് എ സിംഗിൾ ടാപ്പ് ഈസ് മെയ്ഡ്, ദ ആർട്ടിക്കുലേറ്റേഴ്സ് ക്വിക്ക്ലി കമ്മിങ് ഇൻ ടു കോൺടാക്ട് ഗെറ്റിംഗ് സെപ്പറേറ്റ്ലി ഇൻസ്റ്റൻറ്റ്. അപ്പം ഒരു പ്രാവശ്യം മാത്രം അത് അടിക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ടാപ്പ് ഓർ ഫ്ലാപ്പ്. ട്രില്ലോ റോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം അടിക്കുക. അതിന് എക്സാമ്പിൾ റ് ആണ്. അത് ഒറ്റ പ്രാവശ്യം ആക്റ്റീവ് പാസീവ് ആർട്ടിക്കുലേറ്റ് ഒറ്റ പ്രാവശ്യം അടിക്കണം. അതിന് നമ്മൾ ടാപ്പ് ഓർ ഫ്ലാപ്പ് എന്ന് വിളിക്കും കേട്ടോ, മറക്കരുത്. നെക്സ്റ്റ് വി ഹാവ് ലാറ്ററൽസ്. Laterals consonant is produced with the oral passage block at the center but open at the sides. അതിന് ലാറ്ററൽ എന്ന് വിളിക്കാം. സെൻറ്ററിൽ എന്താണ് ഓറൽ പാസേജ് ബ്ലോക്ക് ചെയ്യും, പക്ഷേ അത് സൈഡ്സിലൂടെ എയർ എസ്കേപ്പ് ചെയ്യും. ഇംഗ്ലീഷ് ഹാസ് വൺ ലാറ്ററൽ സൗണ്ട് ല് ആണ്, ആസ് ഇൻ ലേക്ക്. For its production, the tip of the tongue is raised to the alveolar ridge, blocking the oral passage of the center. The sides of tongue are lowered, allowing the air to escape through sides freely. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ല് എന്ന് പറയുമ്പം നമ്മൾ ടിപ്പ് ഓഫ് ദ ടങ് ടീത്ത് റിഡ്ജിലേക്ക് പോകും, പക്ഷേ അതിൻ്റെ സൈഡിലൂടെ എയർ പോകുന്നില്ല ല് എന്ന് പറയുമ്പോൾ. അതാണ് എക്സാമ്പിൾ. ലാറ്ററലിന് എക്സാമ്പിൾ ല് ആണ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ഫ്രിക്ഷൻലെസ് കോണ്ടിനൻസ്. ഫ്രിക്ഷൻലെസ് കോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ ആർട്ടിക്കുലേഷൻ ഓഫ് കോൺസണന്റ് ആർ വിച്ച് ക്യാൻ ബി പ്രൊലോങ്ഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് എനി ഓഡിബിൾ ഫ്രിക്ഷൻ, ദ സോഫ്റ്റ് പാലറ്റ് ഈസ് റേസ്ഡ് ക്ലോസിംഗ് ദ nasal passage and the tip of the tongue is brought near the rear part of the teeth ridge in such a way that there is a sufficient gap between two for the air to escape freely without audible friction. നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് എയർ ഇങ്ങനെ എസ്കേപ്പ് ചെയ്യാം. എന്താണ് ഈ സെമിയോവൽസിനെ പോലെ തന്നെ ഏകദേശം ഇത് എന്താ പറയുക, ആക്റ്റീവ് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് അധികം കോൺടാക്റ്റിൽ വരില്ല. അതുകൊണ്ട് തന്നെ എയറിന് എസ്കേപ്പ് ചെയ്യാൻ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാകും. സഫിഷ്യൻറ്റ് ഗ്യാപ്പ് ബിറ്റ്വീൻ the two of articulators, they are escape freely without audible
ഫിക്ഷൻ, ഓഡിബിൾ ഫിക്ഷൻ ഇല്ലാതെ എയർ എസ്കേപ്പ്. റ് ആണ് അതിന് എക്സാമ്പിൾ കേട്ടോ. ഫിക്ഷൻലെസ് കോണ്ടിന്യൂൻസിന് എക്സാമ്പിൾ റ് ആണ്. അതെന്ന് വെച്ചാൽ ഓപ്പൺ അപ്രോക്സിമേഷന് പോലെ, മീൻസ് രണ്ട് ആക്റ്റീവും പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് കോണ്ടാക്റ്റ് വരില്ല, അതിൻ്റെ ഇടയിലേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ എയറിന് ഫ്രീ ആയിട്ട് ഫിക്ഷൻ ഇല്ലാതെ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അതിനാണ് ഫിക്ഷൻലെസ് കോണ്ടിനൻസ്. അപ്പം സെമി വവൽസിനെയും ഫിക്ഷൻലെസ് കോൺസണൻസിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് അപ്രോക്സിമെൻസ്, വിളിക്കുന്ന പേരാണ് അപ്രോക്സിമെൻസ്. അത് മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ ഓർ സ്ട്രക്ചർ എൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പം ഇത്രയൊന്നും ഓർത്ത് വെക്കുക. നമ്മൾ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയണം, മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ ഒന്നുകൂടെ മനസ്സിലാണ്. നിങ്ങൾ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ്റെ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് വൃത്തിയായിട്ട് പഠിച്ചാൽ ഇത് നല്ല എളുപ്പമാണ്. ഓക്കെ. അപ്പം ഫ്രിക്കേറ്റീവ്സിൻ്റെ സ്ട്രക്ചർ എന്താണ്? ക്ലോസ് അപ്രോക്സിമേഷനാണ്. സെമി വവൽസിൻ്റെ ഇതെന്താണ്? ഓപ്പൺ അപ്രോക്സിമേഷനാണ്. നെയ്സലിൻ്റെ എന്താണ്? കംപ്ലീറ്റ് ഓറൽ ക്ലോഷറാണ്. ഓക്കെ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. താങ്ക് യു.